യമനിൽ 10 വർഷത്തിലധികമായി കുടുങ്ങിക്കിടന്ന തൃശൂർ എടക്കുളം സ്വദേശി ഇന്ന് നാട്ടിലെത്തും എന്നൊരു പോസിറ്റീവ് വാർത്തയാണ് ഇനി പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. പൂമംഗലം പഞ്ചായത്തിലെ കുണ്ടൂർ വീട്ടിൽ 49 വയസ്സുള്ള ദിനേശാണ് ദുരിതക്കയത്തിൽ അകപ്പെട്ടത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ജീവിതം കരയ്ക്കടുപ്പിക്കാൻ 2014 ദിനേശ് യമനിലേക്ക് പോകുന്നത്. പിന്നീട് യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഇതിനിടയിൽ സ്പോൺസറുടെ കയ്യിൽ ദിനേശിന്റെ പാസ്പോർട്ട് അകപ്പെടുകയും ചെയ്തു. തിരികെ വരാൻ സാധിക്കാതെ യമനിൽ കഷ്ടതകൾക്ക് നടുവിലായി പിന്നീടുള്ള ജീവിതം. ഭാര്യ അനിതയുടെയും കുടുംബത്തിന്റെയും ജീവിതം കണ്ണീർ കടലിലായി. ദിനേശിനെ തിരികെ എത്തിക്കാൻ കുടുംബവും സുഹൃത്തുക്കളും നിരവധി പേരെ കാണുകയും അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടെയാണ് വിഷയം നാട്ടുകാരനും പൊതുപ്രവർത്തകനുമായ ബിബിൻ പാറമേക്കാട്ടിന് മുന്നിലേക്ക് ഉണ്ണി പൂമംഗലം എന്ന വ്യക്തി മുഖേന എത്തുന്നത്. ഇതോടെ ഇന്ത്യൻ എംബസിയുമായും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും വിപിൻ നടത്തിയ ഇടപെടലുകൾക്കൊപ്പം വലിയ തുക വിടുതൽ പ്രവർത്തനങ്ങൾക്കായി യമനിലേക്ക് അയച്ചു നൽകുകയും ചെയ്തു. കൂടാതെ കോട്ടയം സ്വദേശിയായ ഷിജു ജോസഫ്, സാമുവൽ ജെറോം എന്നിവരുടെ ഇടപെടലും ദിനേശിന് നാട്ടിലെത്താനുള്ള വഴിയൊരുക്കി. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ദിനേശ് യമനിൽ നിന്ന് നാട്ടിലേക്ക് വിമാനം കയറി. There is a dear brother from Vipin from India. We had been able to send him home. Now today he is here in the airport and now he is ready to travel. I just want to thank everyone who had been helpful in this, so enable brother Dinesh to travel. 10 വയസ്സുകാരൻ സായി കൃഷ്ണയും 12 വയസ്സുകാരി കൃഷ്ണവേണിയും തങ്ങളുടെ അച്ഛനെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുകയാണ്. 24 തൃശൂർ.